ടെസ്റ്റ് ക്രിക്കറ്റിന് പിന്നാലെ ഏകദിനത്തിലും ഇന്ത്യയുടെ പുതിയ സ്ഥിരം ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചേക്കും. നിലവിൽ ഏകദിനത്തിൽ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ താരം രോഹിത് ശർമ്മയാണ്. മറ്റ് രണ്ട് ഫോർമാറ്റുകളിലും വിരമിച്ച അദ്ദേഹം ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമേ കളിക്കുന്നുള്ളൂ. എന്നാൽ 2027 അടുത്ത ഏകദിന ലോകകപ്പിൽ ടീമിനെ ചാമ്പ്യന്മാരാക്കിയ ശേഷം ക്രിക്കറ്റിൽ വിരമിക്കാനാണ് ഹിറ്റ്മാന്റെ പ്ലാൻ. ഈ ലക്ഷ്യത്തോടെയാണ് ഒരു ഫോർമാറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുന്നത്. പക്ഷെ അടുത്ത ലോകകപ്പ് വരെ ഏകദിന ടീമിന്റെ നായക സ്ഥാനത്ത് തുടരുകയെന്ന അദ്ദേഹത്തിന്റെ മോഹം നടന്നേക്കില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇന്ത്യയുടെ അടുത്ത ഏകദിന പരമ്പര സെപ്റ്റംബറിൽ ബംഗ്ലാദേശുമായിട്ടാണ്. നേരത്തെ ആഗസ്റ്റിലാണ് ഈ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. എന്നാൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഇത് നീട്ടിവെച്ചിരിക്കുകയാണ്. അതിനിടെ ആഗസ്റ്റിൽ ഇന്ത്യയുമായി വൈറ്റ് ബോൾ പരമ്പര സംഘടിപ്പിക്കാൻ ശ്രീലങ്ക ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായി കളിക്കാനിരിക്കുന്ന ഏകദിന പരമ്പര ഏത് തന്നെയാണെങ്കിലും ഇതിൽ ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുകയെന്നത് റെവ് സ്പോർട്സിന്റെ സീനിയർ ജേർണലിസ്റ്റായ രോഹിത് ജുംഗ്ലാൻ എക്സിൽ കുറിച്ചിട്ടുമുണ്ട്.